السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. സൂറത്തുൽ ബഖറയിലെ 89-ാമത്തെ ആയത്താണ് ഇന്നലെ നാം ഓതുകയും അതിലെ പാരായണ നിയമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തത്. ആ ആയത്തുകൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. ولما جاءهم كتاب من عند الله مصدق لما معهم തങ്ങളുടെ കൂടെയുള്ളതിനെ ശരിവച്ച് സത്യമാക്കുന്നതായ ഒരു ഗ്രന്ഥം അവർക്ക് അല്ലാഹുവിന്റെ പക്കൽ നിന്നും വന്നപ്പോൾ وكانوا من قبل يستفتحون على الذين كفروا മുമ്പ് അവർ അവിശ്വസിച്ചവർക്കെതിരിൽ വിജയം അർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു താനും. فلما جاءهم ما عرفوا كفروا به അങ്ങനെ അവർക്കറിയാവുന്ന ആ കാര്യം അവർക്ക് വന്നപ്പോൾ അവർ അതിൽ അവിശ്വസിക്കുകയുണ്ടായി. ഫലഅ്നതുല്ലാഹി അലൽ കാഫിരീൻ. ആകയാൽ ആ അവിശ്വാസികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടായിരിക്കും. കഴിഞ്ഞ ആയത്തിൽ فقالوا قلوبنا غلف بل لعنهم الله بكفرهم فقليلا ما يؤمنون. അവർ പറയുന്നു, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉറയിട്ട് മൂടപ്പെട്ടവയാണ്, പക്ഷേ അവരുടെ അവിശ്വാസം നിമിത്തം അല്ലാഹു അവരെ ശപിച്ചിരിക്കുകയാണ്, അതിനാൽ വളരെ കുറച്ചേ അവർ വിശ്വസിക്കൂ എന്ന് പറഞ്ഞതിനു ശേഷം യൂദ വിഭാഗത്തെ സംബന്ധിച്ച് വലമ്മാ ജാഅഹും അവർക്ക് വന്നപ്പോൾ കിതാബുൻ ഒരു വേദഗ്രന്ഥം
മിൻ ഇൻദില്ലാഹി അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന്, മുസദ്ദിഖുൻ സത്യമാക്കുന്ന, ലിമാ മഅഹും അവരുടെ കൂടെ ഉള്ളതിനെ. അപ്പോ അവരുടെ കൂടെയുള്ളതിനെ ശരിവെച്ചുകൊണ്ട് സത്യമാക്കുന്ന ഒരു ഗ്രന്ഥം അവർക്ക് അല്ലാഹുവിൽ നിന്നും വന്നപ്പോൾ, അങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ, വകാനു മിൻ ഖബ്ലു, വകാനു അവരായിരുന്നു താനും, മിൻ ഖബ്ലു മുമ്പ്, യസ്തഫ്തിഹൂന അവർ വിജയം അർത്ഥിക്കും അല്ലെങ്കിൽ സഹായം ആവശ്യപ്പെടും, അലല്ലദീന കഫറു അലല്ലദീന യാതൊരു കൂട്ടർക്കെതിരെ, കഫറു അവർ അവിശ്വസിച്ചു. ഓ അലല്ലദീന കഫറു അവിശ്വസിച്ചവർക്കെതിരെ എന്നർത്ഥം. ഫലമ്മാ ജാഅഹും എന്നിട്ട് അവർക്ക് വന്നപ്പോൾ, മാ അറഫു അവർക്കറിയാവുന്നത്, കഫറു ബിഹി അതിലവർ അവിശ്വസിച്ചു. ഫലഅനതുല്ലാഹി ആകയാൽ അല്ലാഹുവിന്റെ ശാപം, അലൽ കാഫിരീൻ അവിശ്വാസികളുടെ മേൽ ഉണ്ടായിരിക്കും. നമുക്കിതിലടങ്ങിയ വ്യാകരണ നിയമങ്ങളിലേക്ക് പ്രവേശിക്കാം. വലമ്മ ഇവിടെ ഉള്ള വാവ്, ഫഖാലു ഖുലൂബുനാ ഗുൽഫുൻ ബൽ ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം ഫഖലീലൻ മാ യുഅ്മിനൂൻ എന്ന് പറഞ്ഞതിനു ശേഷം മറ്റൊരു കാര്യം ഇവിടെ പറയുകയാണ്. അപ്പോ ഇവിടെ വാവ് ഇസ്തിനാഫിന്റെ വാവാണ്. വാ ഇസ്തിനാഫിന്റെ വാവാണ്. ലമ്മ ലമ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ. ലമ്മ എന്നത് അറബി ഭാഷയിൽ 3 രൂപത്തിലാണ് വരാറുള്ളത്. ഇവിടെ വലമ്മ ലമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ സൂറത്ത്
الحجرات قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم. അറാബികൾ പറഞ്ഞു, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഖുൽ ലം തുഅ്മിനു, പറയുക, ലം തുഅ്മിനു, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. വലാകിൻ ഖൂലു അസ്ലംന, പക്ഷേ നിങ്ങൾ പറയുക അസ്ലംന, ഞങ്ങൾ മുസ്ലിങ്ങളായിരിക്കുന്നു എന്ന് പറയുക. വലമ്മാ യദ്ഖുലുൽ ഈമാൻ, ഇവിടെ ലമ്മ എന്നത് വലമ്മാ യദ്ഖുലുൽ ഈമാൻ, ഈമാൻ പ്രവേശിച്ചിട്ടേ ഇല്ല. ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ. ഇവിടെ ലമ്മ എന്നത് ഹർഫ് നഫി ആയിട്ടാണ് ഈ ആയത്തിൽ. അപ്പൊ ഞാൻ വഖാലത്തിൽ അറാബു ആമന്ന എന്നത് ഹർഫ് നഫിയാണ്, അത് ജാസിമ കൂടിയായിട്ടാണ്. അതായത് മുളാരിയായ ഫിയലിനെ ജസ്മ് ചെയ്തുകൊണ്ടാണ് അവിടെ ലമ്മ എന്ന് പ്രയോഗിക്കുന്നത്. അപ്പൊ ലമ്മ എന്ന ഈ അദാത്ത് ഹർഫ് നഫി ആയിട്ടാണ് ആ ആയത്തിൽ വന്നിട്ടുള്ളത്. എന്നാൽ സൂറത്ത് താരിഖിലെ ആയത്തിൽ, 4-ാമത്തെ ആയത്തിൽ, ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്, ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്, തന്റെ കാര്യത്തിൽ ഒരു മേൽനോട്ടക്കാരുണ്ടായിക്കൊണ്ടല്ലാതെ യാതൊരാളുമില്ല. ഇൻ കുല്ലു നഫ്സിൻ, യാതൊരാളും ഇല്ല. ലമ്മാ അലൈഹ ഹാഫിദ്, അതിന്റെ മേൽ ഒരു മേൽനോട്ടക്കാരൻ ഇല്ലാതെ. ലമ്മ എന്നത് ഈ ആയത്തിൽ ഇല്ല, ഇസ്തിസ്നാഇന്റെ അർത്ഥത്തിലാണ് അവിടെ വന്നിട്ടുള്ളത്, ഇല്ലാതെ എന്ന അർത്ഥത്തിൽ. അപ്പൊ ലമ്മ എന്നതിന് ഇങ്ങനെ 2 അർത്ഥങ്ങളുണ്ട്. പിന്നെ ഒരർത്ഥമുള്ളത് നമ്മളിപ്പോ ഈ ആയത്തിൽ കണ്ട വലമ്മ. ലമ്മ എന്നത് ഹീന, അപ്പോൾ, അതായത് ഒരു കാലത്തെ കുറിക്കുന്ന രൂപത്തിൽ വർഫ് സമാനായിട്ട്, വർഫ് സമാനായിട്ട് ഉപയോഗിക്കുന്നു. ഇവിടെ വലമ്മ, ലമ്മ എന്നത് വർഫ് സമാനാണ്. പക്ഷെ അതോടൊപ്പം ഈ ലമ്മയുടെ മുളാരി പിന്നെ അപ്പോൾ എന്ന അർത്ഥത്തിൽ വരുന്നത് അത് ഷർത്തിയ കൂടിയാണ്. ലമ്മ എന്നത് വർഫ് സമാനാണ്, അത് ഷർത്തിയ കൂടിയാണ്. അപ്പൊ നമ്മള് ഈ ആയത്ത് പൂർണ്ണമായിട്ട് ഓതുമ്പോൾ മനസ്സിലാവും. ഒരു ഉപാധി വെച്ചുകൊണ്ടുള്ള വർഫ് സമാനാണ്. സ്വാഭാവികമായും ലമ്മ എന്നത് അത് മബ്നിയാണ്, അല സുകൂൻ. പിന്നെ വർഫുകളെ സംബന്ധിച്ച് നാം നേരത്തെ മനസ്സിലാക്കിയതനുസരിച്ച് അത് ഫി മഹല്ല് എന്തായിരിക്കും? ഫി മഹല്ല് നസ്ബായിരിക്കും, അല്ലെ? അപ്പോ ലമ്മ എന്നതിവിടെ വർഫ് സമാൻ ഷർത്തിയാണ്, മബ്നിയൻ അല സുകൂനാണ്, ഫി മഹല്ല് നസ്ബ്. ഈ ആയത്തിന്റെ പൂർണ്ണമായ അർത്ഥം പരിശോധിക്കുമ്പോൾ വലമ്മാ ജാഅഹും, അവർക്ക് വന്നപ്പോൾ, കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൽ ലിമാ മഅഹും, തങ്ങളുടെ കൂടെയുള്ളതിന് ശരിവെച്ച് സത്യമാക്കുന്ന ഒരു ഗ്രന്ഥം അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വന്നപ്പോൾ പിന്നെന്താണ്?
അതുകൊണ്ടാണ് അത് ഷർത്തിയാണ്. അപ്പൊ വന്നപ്പോൾ, അങ്ങനെ വന്നപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് അത് ഷർത്തിയാണ് എന്ന് പറയാനുള്ള കാരണം. അപ്പൊ അതിനൊരു ജവാബ് ഉണ്ടാകുമെന്നാണ്. വലമ്മാ ജാഅഹും, ജാഅഹും, ജാഅ ഫിഅൽ മാദിയാണ്, മബ്നിയുൻ അലൽ ഫത്ഹ് അല്ലേ. വലമ്മാ ജാഅഹും, فعل ماضي مبني على الفتح. جاء يجيء، جاء يجيء فعل ماضي مبني على الفتحان. പിന്നെ അത് ഫിഅൽ മുഅ്തല്ലാണ് അല്ലേ. ഫിഅൽ മുഅ്തല്ലാണ് ജാഅ എന്നത്. ഫിഅൽ മുഅ്തല്ലിലെ ഏത് ഇനത്തിലാണ് ജാഅ വരുന്നത്? അജ്വഫിലാണ്, അജ്വഫായ ഒരു ഫിഅലാണ്. വലമ്മാ ജാഅഹും, ജാഅ എന്നത് അവൻ വന്നു അല്ലെ, അവൻ വന്നു. അപ്പൊ ജാഅയുടെ ഫാഇൽ അവനാണ്. ജാഅഹും ആർക്ക് വന്നു? ജാഅയുടെ ആ ഫിഅലിൽ നിന്നുണ്ടാകുന്ന മഫ്ഊൽ ബിഹിയാണ് ഇവിടെ ഹും എന്ന ളമീർ. ഹും എന്നത് ളമീർ മബ്നിയുൻ അല സുകൂനി ഫി മഹല്ലി നസ്ബ് മഫ്ഊൽ ബിഹി. അങ്ങനെയാണ് ളമീർ മബ്നിയുൻ അല സുകൂനി ഫി മഹല്ലി നസ്ബ് മഫ്ഊൽ ബിഹി. വലമ്മാ ജാഅഹും, അവർക്ക് വന്നപ്പോൾ എന്നർത്ഥം. കിതാബുൻ, കിതാബുൻ ഗ്രന്ഥം. അപ്പൊ അവർക്ക് വന്നപ്പോൾ എന്ന് വന്നത് എന്താണ്? കിതാബാണ് അല്ലെ. അവർക്ക് വന്നപ്പോൾ എന്ന് പറയുമ്പോൾ അവർക്ക് വന്നത് കിതാബാണ്. അവിടെ ഉള്ള ഫാഇൽ ജാഅ എന്ന ഫിഅലിലുള്ള അവൻ വന്നു എന്ന് നമ്മൾ ജാഅ അവൻ വന്നു അല്ലെങ്കിൽ അത് വന്നു. ഇവിടെ ജാഅയിലുണ്ടാകുന്ന ഫാഇൽ അതിന്റെ ഫാഇൽ കിതാബാണ്. അപ്പോ ഫാഇൽ വമീർ പിന്നെ ഫാഇൽ മർഫൂ ആകുന്നു അല്ലെ. ഫാഇൽ മർഫൂ ആകുന്നു. മിൻ ഇൻദില്ലാഹി, മിൻ ഇൻദില്ലാഹി. മിൻ ഹർഫ് ജറാണ്. മിൻ ഇൻദ സാധാരണ ഇൻദ, ഇൻദ എന്ന് പറഞ്ഞാൽ അരികെ. ഇൻദ ഇൻദ എന്ന് പറയുന്നത് അരികെ എന്ന. ഇൻദ യഥാർത്ഥത്തിൽ അത് ലർഫ് മക്കാനാണ്. ഇൻദ ലർഫ് മക്കാനാണ്. ലർഫുകൾ പൊതുവെ ഇസ്മുകളാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ മിൻ വന്നതുകൊണ്ട് ആ ഇസ്മായി വരുന്ന ഇൻദ
അത് ജറ് ചെയ്യപ്പെടുകയാണ്. കാരണം മിൻ അതിനു മുമ്പ് ഒരു ഹർഫ് ജറ് വന്നതുകൊണ്ട്. അപ്പൊ മിൻ ഇൻദി എന്നായി. മിൻ ഇൻദി, മിൻ ഇൻദി എന്നായി മാറും. അത് കാരണം ഇവിടെ സാധാരണ നിലക്കത് ഇൻദല്ലാഹി എന്നാണ്. ഇൻദ അല്ലാഹ്, ഇൻദല്ലാഹ് അല്ലാഹുവിന്റെ അടുക്കൽ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ എന്നാണ്. അല്ലാഹുവിന്റെ പക്കൽ. ഇൻദല്ലാഹി അത് അല്ലാഹുവിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെടുക. അപ്പൊ ഇൻദ മുളാഫും അല്ലാഹു എന്നത് മുളാഫ് ഇലൈഹിയാണ്. അപ്പോൾ ലഫ്ദുൽ ജലാല എന്ന് പറയുന്നത് മുളാഫ് ഇലൈഹി ആയി മാറുന്നു. അപ്പോ അല്ലാഹുവിന്റെ പക്കൽ എന്ന അർത്ഥത്തിൽ വരുമ്പോൾ അങ്ങനെയാണത് വരും. ഇവിടെ ഇൻദ എന്നതിനെ സംബന്ധിച്ച് ഇസ്മുൻ വർഫിയും, കാരണം അത് ഇസ്മായിട്ട് നമ്മൾ എടുക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും വർഫ് മക്കാൻ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഇസ്മുൻ വർഫിയുൻ മജ്റൂർ എന്നാണ് പറയാൻ കണ്ടത്. കാരണം സാധാരണ നിലയ്ക്ക് ഇൻദ അല്ലെങ്കിൽ അങ്ങനെയുള്ള വർഫുകളെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ ഇപ്പോ ലമ്മ എന്ന് പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോ, അല്ലെങ്കിൽ ഏതൊരു വർഫുകളെ കുറിച്ചും അത് അസലിയായി അത് മൻസൂബാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ മിൻ ഇൻദി അതിന് ഹർഫു ജർ മുമ്പിൽ വരികയും അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും അതിനെ കുറച്ചുകൂടി വിശദമാക്കുന്നതിന് വേണ്ടി അത് ഇസ്മ് വർഫി എന്ന് പറയുന്നതാണ് നല്ലത്. വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി, വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി. അപ്പോ വലമ്മാ ജാഅഹും അവർക്ക് വന്നപ്പോൾ കിതാബുൻ മിൻ ഇൻദില്ലാഹി അല്ലാഹുവിന്റെ പക്കൽ നിന്നും ഒരു ഗ്രന്ഥം. അപ്പോൾ അല്ലാഹുവിന്റെ പക്കൽ നിന്നും ഒരു ഗ്രന്ഥം അവർക്ക് വന്നപ്പോൾ എന്നർത്ഥം. മുസദ്ദിഖുൻ, മുസദ്ദിഖുൻ, മുസദ്ദിഖുൻ. മുസദ്ദിഖുൻ എന്നത് അതിന്റെ അർത്ഥം സത്യമാക്കുന്ന, ശരിവെക്കുന്ന, അല്ലെങ്കിൽ സത്യപ്പെടുത്തുന്ന എന്നൊക്കെ അർത്ഥം. അത് അസ്ലിയായി നോക്കുമ്പോ സദ്ദഖ യുസദ്ദിഖു, സദ്ദഖ യുസദ്ദിഖു, അതിന്റെ മസ്ദർ തസ്ദീഖ്. ഇങ്ങനെയാണ് സദ്ദഖ യുസദ്ദിഖു. അപ്പൊ അതിൽ നിന്നുണ്ടാകുന്ന ഫാഇലാണ് മുസദ്ദിഖുൻ എന്നത്.
അതിൽ നിന്നുണ്ടാകുന്ന ഫാഇലാണ് മുസദ്ദിഖ്. അതിവിടെ സദ്ദഖ എന്നത് ഫഅല വസ്നിലാണ് വരുന്നത്. ശരിക്ക് അതിന്റെ മുജറദായി വരുന്ന ഫിഅല് സദഖ യസ്ദുഖു എന്നാണ്. സദഖ യസ്ദുഖു എന്ന് വരുന്ന ഫിഅലിന്റെ ഫഅല വസ്നിലാണ് സദ്ദഖ യുസദ്ദിഖു തസ്ദീഖ് ഉണ്ടാകുന്നത്. അതിൽ നിന്നുള്ള ഫാഇലാണ് മുസദ്ദിഖുൻ എന്നത്. ഇപ്പൊ മുസദ്ദിഖുൻ സത്യപ്പെടുത്തുന്നത്. അത് ഈ കിതാബിന്റെ നഅത്തായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. കിതാബുൻ എന്നതിന്റെ നഅത്തായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. കിതാബുൻ എന്നതിനുള്ള വിശേഷണമായിട്ട് ആ കിതാബ് എന്താണ്? മുസദ്ദിഖുൻ. മനസ്സിലായില്ല? അപ്പോ നഅത്തുൻ ലി കിതാബ് എന്ന് പറയാം. نعت مرفوعي ورد مصدق لما معهم مصدق لما معه. مصدق لما معهم. ലിമാ മഅഹും എന്നതിന് അവരുടെ കൂടെ ഉള്ളതിനെ എന്നർത്ഥം പറയാം. അപ്പോ ലി ഒന്നിന്, ലിമാ യാതൊന്നിനെ എന്ന് പറയാം. മഅഹും അവരുടെ കൂടെ ഉള്ള. കൂടെ ലി എന്നത് ഹർഫുൽ ജറാണ്. മാ എന്നത്, ലി എന്നത് ഹർഫ് ജറാണ്. മാ എന്നത് എന്താണ്? ഇസ്മ മൗസൂലാണ്. മബ്നിയുൻ അല സുകൂൻ. മാ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, മാന്റെ കൂടെ ഒരു അലിഫ് കാണും അല്ലേ? അതെന്താണ്? സുക്കൂനിലാണ് അവസാനിക്കുന്നത്. അപ്പോ അതിന് ഹർക്കത്തില്ല. മാ. അപ്പൊ അത് ഇസ്മു മൗസൂല് മബ്നിയുൻ അല സുകൂനാണ്. പിന്നെ ഫി മഹല്ല് ജർ, അതൊരു ഇസ്മു മജ്റൂർ ആയിട്ടാണ് വരുന്നത് എന്നർത്ഥം. കാരണം അതിന് മുമ്പിൽ ലാം ഉള്ളത് കൊണ്ട്, ഹർഫ് ജർ ഉള്ളത് കൊണ്ട് യഥാർത്ഥത്തിൽ അത് ജറിന്റെ സ്ഥാനത്താണത് വരുന്നത്. അപ്പോ മഅഹും, ലിമാ മഅഹും. മഅഹും അവരുടെ കൂടെ. അവരുടെ കൂടെ. അപ്പൊ മഅ എന്ന് പറയുമ്പോൾ അത് വർഫാണ്.
ദർഫ് മക്കാന അല്ലേ? ദർഫ് മക്കാനാണ്. ദർഫ് നേരത്തെ പറഞ്ഞതുപോലെ അത് മൻസൂബ്. അപ്പോ മഅ അത് നസ്ബ് ചെയ്യപ്പെട്ടിട്ടുള്ള ദർഫ് മക്കാനാണ്. പിന്നെ മഅഹും അവരുടെ കൂടെ. ഹും എന്നത് അവരുടെ കൂടെ. അപ്പോൾ ഹും എന്ന ളമീർ മബ്നിൻ അല സുകൂൻ ഫി മഹല്ല് എന്തായിരിക്കും? ഫി മഹല്ല് ജർ അല്ലെ? എന്താ കാരണം? മുളാഫ് ഇലൈഹിയാണ്. കാരണം മഅ ഹും അവരുടെ കൂടെ, അതാണ് ഈ ഉടെ ഇന്റെ എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥത്തിൽ വരുന്നതാണ് യഥാർത്ഥത്തിൽ മുളാഫ് ഇലൈഹി ആയിട്ട് പൊതുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോ മുളാഫ് ഇലൈഹിയാണ് ഹും എന്നത് ളമീർ. ഹും ആ ളമീർ മുളാഫ് ഇലൈഹിയാണ്. അപ്പോ മഅഹും. അപ്പോ അതുപോലെ തന്നെ ഇൻദഹും ഫൗഖഹും തഹ്തഹും ഇതൊക്കെ യഥാർത്ഥത്തിൽ മൻസൂബായി വരുന്നു. വർഫുകളാണ് അതൊക്കെ. അതിന്റെ കൂടെ ഇളാഫത്ത് ചെയ്തുകൊണ്ട് അതിനുശേഷം വരുന്ന ഈ ളമീറുകൾ, ആ ളമീർ എന്താണ്? ഇവിടെ ഹും എന്നാണെങ്കിൽ അത് മബ്നിയൻ അല സുകൂനാണ്. അവിടെ അത് ജറിന്റെ സ്ഥാനത്താണ്. കാരണം മുളാഫ് ഇലൈഹി എല്ലാം മജ്റൂർ ആയതുകൊണ്ട്. പക്ഷെ നമുക്ക് ജറിന്റെ അടയാളമായ സാധാരണ കാണുന്ന കസ്ർ അവിടെ കാണാൻ സാധിക്കില്ല. കാരണം ഹും എന്ന ളമീർ അത് മബ്നിയാണ്, സുകൂനിൽ മബ്നി ആയതുകൊണ്ട് ആ ഹർക്കത്താവുന്ന കസ്റിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അത് ജറിന്റെ സ്ഥാനത്താണ് എന്നത് നാം അംഗീകരിക്കേണ്ടതാണ്. അപ്പോ وكانوا من قبل يستفتحون على الذين كفروا ولما جاءهم كتاب من عند الله مصدق لما معهم. തങ്ങളുടെ കൂടെയുള്ളതിനെ സത്യപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം, സത്യപ്പെടുത്തുന്നതായ ഒരു ഗ്രന്ഥം. കാരണം നാത്തായതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത്. സത്യപ്പെടുത്തുന്നതായ ഒരു ഗ്രന്ഥം അവർക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നും വന്നപ്പോൾ. വകാനു വാവുടെ അത്ഫാണ്. വാവ് അത്ഫാകുന്നു. വകാനു കാന യകൂനു. കാനു അവർ. വകാനു അവരായിരുന്നു താനും എന്നർത്ഥം. അവരായിരുന്നു താനും. കാനു എന്ന് പറയുമ്പോൾ അവരായിരുന്നു. വകാനു എന്ന വാവ് ചേർക്കുമ്പോൾ അവരായിരുന്നു താനും എന്ന് പറയാം. വകാനു. കാനു എന്നത് ഫിഅല് മാദിയാണ് അല്ലെ? ഫിഅല് മാദിയാണ്. ലമ്മിൽ മബ്നിയാണ്. ഫിഅല് മാദി മബ്നിൻ അല ളമ്മ. വകാനു കാനു എന്നതിലുള്ള ഇപ്പോ എങ്ങനെയാണ്? ഇപ്പൊ കാനു മബ്നിയാണെന്ന് പറയുമ്പോൾ അത് കാനു പ്ലസ് ഇങ്ങനെയാണ് വരുന്നത്. മബ്നിൻ അല ളമ്മ. പിന്നെ അതിന് ശേഷം വരുന്ന വാവുൽ ജമാഅത്ത്, ആ വാവുൽ ജമാഅത്ത് കാനു എന്ന് പറയുന്ന ആ വാവുൽ ജമാഅത്ത് ഇവിടെ എന്താണ്?
അതെ, ഇസ്മു കാന ളമീറാണ്, മബ്നി അല സുകൂൻ, ഫി മഹല്ല് റഫ്ഇ ഇസ്മു കാന, കാനയുടെ ഇസ്മാണ് അവർ. അപ്പോൾ ഈ വാവുൽ ജമാഅത്തിനെ അങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്. കാനൂ മിൻ ഖബ്ലു, മിൻ ഖബ്ലു. മിൻ ഹർഫ് ജറാണ്. ഖബ്ല സാധാരണ ഖബ്ല ഖബ്ല ആയത്ത് 89. സലാം റഹ്മത്തുള്ളാഹി. അപ്പോ കാനു മിൻ ഖബ്ലു, മിൻ ഖബ്ലു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഖബ്ലു എന്നാവുന്നത്? നേരത്തെ ഇൻദില്ലാഹി, മിൻ ഇൻദില്ലാഹി, അവിടെ ഖബ്ല എന്നത് ലർഫാണ്, ലർഫ് സമാനാണ്. ഖബ്ല എന്നത് ലർഫ് സമാനാണ്. ഇൻദ എന്നത് ലർഫ് മക്കാനാണ്. നേരത്തെ മിൻ ഇൻദില്ലാഹി എന്ന് പറഞ്ഞു. മിൻ ഖബ്ലു എന്നിവിടെ വെച്ച് നിർത്തുന്നു. മിൻ ഖബ്ലി എന്ന് വരുന്നില്ല. എന്താണ് ഇതിനുള്ള കാരണം? ഇവിടെ ഇളാഫത്ത് ഇല്ല. ഇവിടെ ഇളാഫത്തില്ലാതെ വരുന്ന അത് ഖബ്ലയുടെ ഒരു പ്രത്യേകതയാണ്. ഖബ്ല എന്ന വർഫിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ അത് മിൻ എന്നത് ഹർഫ് ജർ അവിടെ ഉണ്ടെങ്കിലും ഖബ്ല എന്നത് ഖബ്ലു എന്നാവുന്നത് അതെന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ വർഫാണ്, വർഫ് സമാനാണ്, മബ്നിൻ അല ദമ്മ ഫി മഹല്ല് ജർ എന്നാണ്. വർഫ് അല്ലെങ്കിൽ ഇസ്മു വർഫിയൻ മബ്നിയൻ അല ദമ്മി ഫി മഹല്ല് ജർ എന്നാണ്. അതിനെക്കുറിച്ച് നേരത്തെ വിശദീകരിച്ചതാണ്, മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലൽ ലദീന കഫറൂ, യസ്തഫ്തിഹൂന. അപ്പോ വകാനൂ മിൻ ഖബ്ലു, വകാനൂ അവരായിരുന്നു താനും, മിൻ ഖബ്ലു മുമ്പ്, യസ്തഫ്തിഹൂന യസ്തഫ്തിഹൂന അവർ വിജയം അർത്ഥിക്കും എന്നാണ് യസ്തഫ്തിഹൂനയുടെ അർത്ഥം. ഫതഹ യഫ്തഹു, ഫതഹ യഫ്തഹു എന്ന അടിസ്ഥാന ഫിഅലിൽ നിന്ന് അതിന്റെ മൂന്നക്ഷരങ്ങളിൽ സിയാദത്ത് ആയിക്കൊണ്ട് മസീദായി വരുന്ന ഇസ്തഫ്തഹ, യസ്തഫ്തിഹു എന്ന രൂപമാണ് യസ്തഫ്തിഹൂന. അത് ഇസ്തഫ്തഹക്ക് ശേഷം അല്ലെങ്കിൽ ആ ഫിഅലിന് ശേഷം അല എന്ന ഹർഫ് വരികയാണെങ്കിൽ ഇസ്തഫ്തഹ അല എന്ന് പറഞ്ഞാൽ ഇസ്തൻസറഹു എന്നാണ്. അതായത്
മറ്റൊരാൾക്കെതിരെ വിജയം, സഹായം അർത്ഥിക്കാം. അതാണ് ഇസ്തഫ്തഹ അല എന്നത്. അപ്പൊ ഈ ഇതിന് ശേഷം വരുന്ന ഇസ്തഫ്തിഹൂന അല എന്നത് അല ഇതിലേക്ക് ചേർത്തുകൊണ്ട് തന്നെ മനസ്സിലാക്കും. അപ്പൊ ഇസ്തഫ്തഹ അല എന്നത് മറ്റൊരാൾക്കെതിരെ, അല്ലാതെ സാധാരണ നിലയ്ക്ക് ഇസ്തഫ്തഹ ഇസ്തഫ്തിഹു എന്നതിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്നാമനായി നിൽക്കുക, അതല്ലെങ്കിൽ തുടങ്ങുക, തുടക്കം ആവശ്യപ്പെടുക, ഇങ്ങനെയുള്ള ഇതെല്ലാം ഇസ്തഫ്തഹയുടെ അർത്ഥങ്ങളിൽ വരുന്നതാണ്. ഇവിടെ ഇസ്തഫ്തഹ അല എന്ന് പറയുമ്പോൾ മറ്റൊരാൾക്കെതിരെ വിജയം അല്ലെങ്കിൽ സഹായം അർത്ഥിക്കുക എന്നതാണ് ഇസ്തഫ്തഹ അല. യസ്തഫ്തിഹൂന, അവർ, ഇവിടെ ഫിഅൽ മുദാരിയാണ്. യസ്തഫ്തിഹൂന ഫിഅൽ മുദാരിഅ. ഇതിന്റെ സീഗ എന്താണ്? ഇസ്തഫ്തിഹൂന എന്ന് പറയുമ്പോൾ അതിന്റെ സീഗ എന്താണ്? ഗായിബ് മുദക്കർ ജംആണ്, അതായത് അവരാണ്. അവർ സഹായം, വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന, അവർ വിജയം അർത്ഥിക്കും. ഇവിടെ അലല്ലദീന കഫറൂ, അപ്പൊ മുമ്പ് അവർ വിജയം അർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു താനും. ആർക്കെതിരെ? അലല്ലദീന കഫറു, അവിശ്വസിച്ചവർക്കെതിരെ. അല ഹർഫ് ജർ അല്ലേ, അല്ലദീന ഇസ്മ മൗസൂൽ അല്ലേ, അല്ലദീന ഇസ്മ മൗസൂൽ مبني على الفتح في محل جر على الذين. കാരണം അല എന്നതിന് മുമ്പിൽ വന്നതുകൊണ്ട് അല്ലദീന മജ്റൂർ ആവണം. അല ഹർഫ് ജറാണ്, അപ്പൊ അല്ലദീന മജ്റൂർ ആവണം. പക്ഷെ അല്ലദീന എപ്പോഴും അല്ലദീന തന്നെ, അതിൽ മാറ്റം വരില്ല. കാരണം എന്താ? അത് മബ്നിയുൻ അലൽ ഫത്ഹാണ്, ഫത്ഹിൽ മബ്നിയാണ്. മബ്നിയായ ഒരു കാര്യം അത് എന്തു വന്നാലും അതിനു മുമ്പ് ഹർഫ് ജറോ മറ്റെന്ത് വന്നാലും അതിന് മാറ്റം സംഭവിക്കില്ല. അപ്പോ അലല്ലദീന കഫറു, അലല്ലദീന കഫറു. അല്ലദീന എന്നത് ഇസ്മ മൗസൂലാണ്, യാതൊരു കൂട്ടർ. അവരെന്താണ്? കഫറു, അവർ അവിശ്വസിച്ചു. കഫറു, അവർ അവിശ്വസിച്ചു. കഫറ യക്ഫുർ, കഫറ കഫറ കഫറു, അവർ അവിശ്വസിച്ചു. ഫിഅൽ മാദിയാണ്, മബ്നിൻ അല ദ്ദം. കഫറു മബ്നിൻ അല ദ്ദമ്മി. അതിനുശേഷം വരുന്ന വാവുൽ ജമാഅത്ത് ളമീറുൻ മബ്നിൻ അല സുകൂനി അല്ലേ, في محل رفع فاعل، في محل رفع فاعل. അതിന്റെ
ബാക്കി ഭാഗം നമുക്ക് നാളെ വിശദീകരിക്കാം, നാളെ നമുക്ക് പൂർത്തിയാക്കാം. നേരത്തെ പറഞ്ഞ വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും വകാനൂ മിൻ ഖബ്ലി യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ ഫലമ്മാ ജാഅഹും, അത് നേരത്തെ പറഞ്ഞ വലമ്മാ ജാഅഹും റഫാ അത്ഫിന്റെ വാവായിട്ട് അത്ഫിന്റെ ഫ ആയിട്ടാണ് വരുന്നത്. ഫ എന്ന ഹർഫ് അത്ഫിന്റെ അക്ഷരമായിട്ടാണ്, ഹർഫായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പിന്നെ ലമ്മ എന്നത് നേരത്തെ പറയപ്പെട്ടതുപോലെ തന്നെ അത് ലർഫ് സമാനാണ്. ലർഫ് സമാനാണ്. ظرف زمان شرطي له مبني على السكون في محل نصب. جاءهم നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലമ്മാ ജാഅഹും എന്ന് പറയുന്നത് പോലെ തന്നെ ഫലമ്മാ ജാഅഹും, അതെ പിന്നെ അവർക്ക് വന്നപ്പോൾ ഫലമ്മാ ജാഅഹും, അങ്ങനെ അവർക്ക് വന്നപ്പോൾ മാ യാതൊന്ന്, അത് ഇസ്മു മൗസൂലാണ്. അറഫു അവർ അറിഞ്ഞു, അപ്പോൾ അവർക്ക് അറിയാവുന്ന എന്നർത്ഥം. മാ അറഫു. കഫറൂ ബിഹി, കഫറു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഫറു അവർ അവിശ്വസിച്ചു, അത് ഫിഅൽ മാദിയാണ് മബ്നി അല ദം അല്ലേ. കഫറു അതിൽ വാവുൽ ജമാഅത്ത് മബ്നി അല സുകൂൻ, അത് ളമീർ مبني على السكون في محل رفع فاعل. كفروا به، به അതിൽ, അവർ അതിൽ അവിശ്വസിക്കുകയുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ബിഹി അതുകൊണ്ട് അവിശ്വസിക്കുകയുണ്ടായി. ബി എന്നത് ഹർഫു ജറാണ്. ഹ ളമീർ മബ്നി അലൽ കസ്ർ ഫി മഹല്ല് ജർ. فلعنة الله على الكافرين. فلعنة الله على الكافرين. അവിടെ ഇസ്തിനാഫിന്റെ ഹർഫ്. ലഅനത്തുല്ലാഹി അല്ലാഹുവിന്റെ ശാപം. ലഅനത്ത് മുബ്തദ ആണ്. ലഅനത്തുല്ലാഹി അള്ളാഹുവിന്റെ എന്ന് പറയുമ്പോൾ അത് മുദാഫാണ്, അള്ളാഹുവിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് മുദാഫ്, അള്ളാഹു എന്നത് ലഅനത്തുല്ലാഹി ലഫ്ദുൽ ജലാല മുദാഫ് ഇലൈഹി മജ്റൂറാണ്. അലൽ കാഫിരീൻ, അല ഹർഫ് ജർ, അൽ കാഫിരീൻ ഇസ്മു മജ്റൂറാണ്. ഇൻഷാ അല്ലാഹ് നാളെ അത് വിശദമായിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ജൂത വിഭാഗത്തെക്കുറിച്ച് തന്നെയാണ് പറയപ്പെട്ടിട്ടുള്ളത്. വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും, തങ്ങളുടെ കൂടെയുള്ളതിനെ ശരിവെച്ച് സത്യമാക്കുന്നതായ ഒരു ഗ്രന്ഥം അവർക്ക് അല്ലാഹുവിന്റെ പക്കൽ നിന്നും വന്നപ്പോൾ വകാനൂ മിൻ ഖബ്ലി യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ, മുമ്പ് അവർ അവിശ്വസിച്ചവർക്കെതിരിൽ വിജയം അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു താനും. ഫലമ്മാ ജാഅഹും മാ അറഫു കഫറൂ ബിഹി, അങ്ങനെ അവർക്കറിയാവുന്ന ആ കാര്യം അവർക്ക് വന്നപ്പോൾ അവരതിൽ അവിശ്വസിക്കുകയുണ്ടായി. ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ, ആകയാൽ ആ അവിശ്വാസികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ശാപം ചൊരിയുന്ന വിഭാഗങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിൽ പൂർണ്ണമായ വിശ്വാസം രേഖപ്പെടുത്തുകയും അവസാന വേദമായ വിശുദ്ധ ഖുർആൻ അത് നമ്മുടെ വേദഗ്രന്ഥമാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അതിലുള്ള എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ആ വേദഗ്രന്ഥം പഠിപ്പിക്കാൻ
നിയോഗിതനായിരുന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹുവിന് പൂർണ്ണമായും കീഴ്പ്പെട്ടുകൊണ്ട് ശരിയായ വിശ്വാസികളായി ജീവിച്ച് മരണപ്പെടുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി ഈ വിശുദ്ധ ഖുർആനിനെ നാം കാണുകയും ആ പ്രവാചകനെ നാം കാണുകയും അത് രണ്ടും പൂർണ്ണമായും അംഗീകരിക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനും വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഈ പ്രമാണങ്ങളെ സമീപിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള അള്ളാഹുവിനോട് നന്ദിയുള്ള യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി പെരുമാറാവട്ടെ. ഒരിക്കലും നിഷേധ പ്രവണതകളിലേക്ക് പോകുന്നതിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് നമ്മുടെ സാലിഹായ അമലുകൾ സ്വീകരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.